നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. GDP മുന്നേറ്റം ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തുമെന്ന് വിദഗ്ധർ. നിഫ്റ്റി 27,000 ലെവലിലേക്കെന്ന് സൂചന. താരിഫ് വർധനയെ തുടർന്ന് US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഇടിഞ്ഞു. കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ആരംഭിക്കണമെന്ന് നിർദ്ദേശം. അദാനി ഗ്രൂപ്പ് ആണവോർജ്ജ മേഖലയിലേക്ക് പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിന്റെ ഭാഗമായിട്ടായിരിക്കും നീക്കമെന്ന വിശദീകരണം. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി നിർണായകമായ സൈനിക കരാറിന് അംഗീകാരം നൽകാൻ റഷ്യ. ലക്ഷ്യം സൈനിക മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തൽ. ഫിൻനിഫ്റ്റിയുടെ ഓർഡർ പരിധിയിൽ മാറ്റം വരുത്തി NSE. നിലവിലെ ക്വാണ്ടിറ്റി വീസ് ലിമിറ്റ് 1800 നിന്നും 1200 കുറച്ചു. വാർത്തകൾ വിശദമായി. GDP മുന്നേറ്റം ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തുമെന്ന് വിദഗ്ധർ. നിഫ്റ്റി 27,000 ലെവലിലേക്കെന്ന് പ്രവചനം. GDP ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആഗോള സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. മൂഡീസ്, ഫിച്ച് എന്നിവയുടെ റിപ്പോർട്ടുകളാണ് ഇനി പ്രതീക്ഷിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അതേസമയം എലാറ സെക്യൂരിറ്റീസ് ഡെപ്യൂട്ടി മേധാവിയും സാമ്പത്തിക വിദഗ്ധനുമായ ഗരിമ കപൂർ പറയുന്നത് ശക്തമായ സർക്കാർ മൂലധന വിനിയോഗവും കയറ്റുമതിയിലെ മുന്നേറ്റവുമാണ് GDPയിലെ മുന്നേറ്റത്തിന് കാരണമെന്നാണ്. അതിനാൽ മുന്നോട്ടേക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക് പ്രതീക്ഷിക്കാം. വിദേശികളുടെ ട്രേഡിംഗിൽ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുമെന്നും ബാസവ് ക്യാപിറ്റലിന്റെ സഹസ്ഥാപകനായ സന്ദീപ് പാണ്ഡെ വ്യക്തമാക്കി. കർശനമായ പണനയം നിലനിൽക്കുമ്പോഴാണ് ഈ വളർച്ച കൈവരിച്ചത്. ഒക്ടോബറിൽ പണപ്പെരുപ്പം ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 0.25% കുറഞ്ഞതിനാൽ ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപനം വിപണിക്ക് നിർണായകമാണ്. GSTയും കുറഞ്ഞ പണപ്പെരുപ്പവുമാണ് നിഫ്റ്റിയുടെ അടുത്ത റാലിക്കുള്ള പ്രധാന ഘടകങ്ങളായി കാണുന്നതെന്നാണ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റായ ക്രാന്തി ബാത്തിനി പറയുന്നത്. ഹ്രസ്വകാലത്തേക്ക് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികളിൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് ഫണ്ടമെന്റൽ ഇക്വിറ്റി അനലിസ്റ്റായ അവിനാഷ് ഗോർഷകർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ പ്രധാന ബെഞ്ച്മാർക്ക് സൂചികകൾ എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയിരുന്നുവെങ്കിലും മറ്റ് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം നിലനിന്നിരുന്നു. ഇപ്പോൾ ശക്തമായ GDP ഡാറ്റ വന്നതോടെ ദലാൽ സ്ട്രീറ്റിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ ഫലമായി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് വിഭാഗങ്ങളിലെ വാല്യൂ പിക്കുകൾക്കായി ഡിമാൻഡ് വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ കണക്കുകൾ പ്രകാരം വ്യാവസായിക ഉൽപാദന സൂചിക സെപ്റ്റംബർ 2025 4% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. മാനുഫാക്ചറിംഗ് മേഖലയുടെ വളർച്ച 4.8%. സേവന മേഖലയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിനാൽ ഈ മേഖലകളിലെ ഓഹരികൾ ശ്രദ്ധാകേന്ദ്രമായി മാറുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. താരിഫ് വർധനവെ തുടർന്ന് US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഇടിഞ്ഞു. കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ആരംഭിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയായ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ താരിഫ് വർധനവിന്റെ ഫലമായി വലിയ ഇടിവ് നേരിട്ടു. 2025 മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ കയറ്റുമതി 28.5% കുറഞ്ഞു. $8.83 ബില്യൺ നിന്ന് $6.31 ബില്യൺ കുറഞ്ഞുവെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് പറയുന്നു. ഏപ്രിൽ 2 10% ആരംഭിച്ച US തിരിവിൽ ദ്രുതഗതിയിലുള്ള വർധനവിനെ തുടർന്ന് കയറ്റുമതിയിൽ ഇടിവുണ്ടായി. താരിഫുകളിലെ വർധനവ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന US വ്യാപാര പങ്കാളിയിൽ ഒന്നാക്കി മാറ്റുന്നതായി GTRI റിപ്പോർട്ട് പറയുന്നു. സ്മാർട്ട് ഫോണുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ താരിഫ് ഒഴിവാക്കിയ ഇനങ്ങൾ ഒക്ടോബറിലെ കയറ്റുമതിയുടെ 40.3%. ഇവയുടെ കയറ്റുമതി 25.8% കുറഞ്ഞു. ഇരുമ്പ്, ഉരുക്ക്, അലുമിനിയം, ചെമ്പ്, ഓട്ടോ പാർട്സ് തുടങ്ങിയവയുടെ യൂസിലേക്കുള്ള കയറ്റുമതി 7.6% മാത്രമാണ്. ഈ വിഭാഗത്തിലെ കയറ്റുമതി 23.8% കുറഞ്ഞു. രത്നങ്ങളും ആഭരണങ്ങളും, സോളാർ പാനൽ, തുണിത്തരങ്ങളും വസ്ത്രങ്ങളും, രാസവസ്തുക്കൾ, സമുദ്രവിഭവങ്ങൾ എന്നിവയുടെ കയറ്റുമതി 31.2% ഇടിഞ്ഞു. കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ആരംഭിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് പിൻവലിക്കാൻ US-ൽ സമ്മർദ്ദം ചെലുത്താനും GTI സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. മാർച്ചിൽ പ്രഖ്യാപിക്കുകയും നവംബർ 12 മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്ത
കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ഇപ്പോഴും കടലാസിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അദാനി ഗ്രൂപ്പ് ആണവോർജ്ജ മേഖലയിലേക്ക് പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിന്റെ ഭാഗമായിട്ടായിരിക്കും നീക്കമെന്ന വിശദീകരണം. അദാനി ഗ്രൂപ്പിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജുഗേഷ് ഇന്ദർ സിംഗ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ആണവോർജ്ജ മേഖലയിൽ അദാനി ഗ്രൂപ്പിന് താൽപ്പര്യമുണ്ട്. എന്നാൽ ഇതിൽ പങ്കുചേരുന്നത് സർക്കാർ രൂപീകരിക്കുന്ന ചട്ടത്തെ ആശ്രയിച്ചായിരിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തമാണ് ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നത്. അതിന് സർക്കാർ തയ്യാറായാൽ ആണവോർജ്ജ മേഖലയിൽ അദാനിയും പങ്കാളിയാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിൽ ഇന്ത്യക്ക് നിരവധി അന്താരാഷ്ട്ര സഹകരണങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഇവരേക്കാൾ ഫലപ്രദമായി പദ്ധതികൾ നടപ്പിലാക്കാൻ അദാനി ഗ്രൂപ്പിന് സാധിക്കും. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നുകൊടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രസ്താവന. മേഖല സ്വകാര്യവൽക്കരിക്കുന്നത് ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റായിട്ടാണ് അദാനി ഗ്രൂപ്പ് കാണുന്നത്. അറ്റോമിക് എനർജി ബിൽ 2025 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ബിൽ വന്നാൽ അത് 1962 ശേഷം ഇന്ത്യയുടെ ആണവ നിയമങ്ങൾ വരുന്ന ആദ്യത്തെ വലിയ ഭേദഗതിയായിരിക്കും. രാജ്യത്തിന്റെ ആണവശക്തി വർദ്ധിപ്പിക്കുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി നിർണായകമായ സൈനിക കരാറിന് അംഗീകാരം നൽകാൻ റഷ്യ. ലക്ഷ്യം സൈനിക മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തൽ. ഡിസംബർ 4-5 തീയതിയിൽ നടക്കുന്ന 23ാമത് ഉഭയകക്ഷി ഉച്ചകോടിക്കായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത്. ഇതിനു മുന്നോടിയായി റഷ്യൻ പാർലമെന്റാണ് നിർണായക സൈനിക ഉടമ്പടിക്ക് അംഗീകാരം നൽകാൻ ഒരുങ്ങുന്നത്. റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് എഗ്രിമെന്റ് അഥവാ റിലാസ് ഉടമ്പടിയാണ് പരിഗണനയിലുള്ളത്. ഇതുവഴി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കൂടുതൽ ലളിതമാക്കും. സംയുക്ത സൈനികാഭ്യാസങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മറ്റ് സൈനിക ഓപ്പറേഷനുകൾ എന്നിവയുടെ ഏകോപനം കാര്യക്ഷമവുമാക്കിയാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ ഉടമ്പടി ആഗോളതലത്തിൽ നിർണായകമായ നീക്കങ്ങൾക്ക് കാരണമാകും. റഷ്യയിലെ യാമാൽ പെൻസുലിൽ നിന്ന് ഇന്ത്യ LNG ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഈ കരാറിലെ വ്യവസ്ഥകൾ ആർട്ടിക് മേഖലയിലെ സംയുക്ത സൈനികാഭ്യാസങ്ങൾക്കും ബാധകമായേക്കാം. ആർട്ടിക്കിലെ കാലാവസ്ഥയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ നാവികസേനയുടെ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾക്കും INS വിക്രമാദിത്യ വിമാനവാഹിനി കപ്പലിനും ലോജിസ്റ്റിക് പിന്തുണയ്ക്കായി ഇന്ത്യൻ നാവിക താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ റഷ്യൻ നാവികസേനയ്ക്ക് ലോജിസ്റ്റിക് പിന്തുണയ്ക്കായി ഇന്ത്യൻ സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ഉറച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയായിട്ടാണ് വിദഗ്ധർ ഈ നീക്കത്തെ കാണുന്നത്. പുടിന്റെ സന്ദർശനത്തോടെ പ്രതിരോധ നവീകരണങ്ങളിലും എണ്ണ വിഷയങ്ങളിലും സഹകരണം വിപുലീകരിക്കുന്നതിനും വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫിൻനിഫ്റ്റിയുടെ ഓർഡർ പരിധിയിൽ മാറ്റം വരുത്തി NSE. നിലവിലെ ക്വാണ്ടിറ്റി ഫീസ് ലിമിറ്റ് 1800 നിന്നും 1200 കുറച്ചു. ഡിസംബർ 1 മുതലാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരിക. ഒറ്റക്ലിക്കിൽ നൽകാൻ കഴിയുന്ന പരമാവധി ഓർഡർ സൈസ് നിയന്ത്രിക്കുന്ന ഉത്തരവാണ് NSE പുറത്തിറക്കിയത്. ഇതിലൂടെ വലിയ ഓർഡറുകൾ വിപണിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ലഘൂകരിക്കാനാണ് NSE ലക്ഷ്യമിടുന്നത്. 2025 ഏപ്രിൽ 30 F&O കൺസോളിഡേറ്റഡ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള കണക്കുകൂട്ടൽ രീതി അനുസരിച്ചാണ് ഈ മാറ്റമെന്നും എക്സ്ചേഞ്ച് വ്യക്തമാക്കി. ബാങ്ക് നിഫ്റ്റി 600, നിഫ്റ്റി 1800, മിഡ് ക്യാപ് നിഫ്റ്റി 2800, നിഫ്റ്റി നെക്സ്റ്റ് 15 600 എന്നിങ്ങനെയാണ് മറ്റ് സൂചികകളുടെ ക്വാണ്ടിറ്റി ഫ്രീസ് പരിധി. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനമാണ് ക്വാണ്ടിറ്റി ഫ്രീസ് ലിമിറ്റുകൾ. അബദ്ധവശാലോ അസാധാരണമായോ വലിയ ഓർഡറുകൾ വിപണിയിൽ പ്രവേശിച്ച് വിപണിയുടെ സ്ഥിരതയെ തകിടം മറിക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ട്രേഡേഴ്സ് ഈ നിശ്ചിത പരിധിയിലും ഉയർന്ന ലോട്ട് സൈസിൽ ഓർഡർ നൽകിയാൽ ആ ഓർഡർ എക്സ്ചേഞ്ച് സിസ്റ്റം തള്ളിക്കളയും. ഈ പരിഷ്കരണം ഡെറിവേറ്റീവ് വിപണിയിൽ ഇടപഴകുന്ന എല്ലാ വ്യാപാരികൾക്കും ബാധകമാണ്. അതിനാൽ ട്രേഡിംഗ് തന്ത്രങ്ങളും ഓർഡർ വലിപ്പങ്ങളും ഡിസംബർ 1 മുതൽ ഈ പുതിയ പരിധിക്കുള്ളിൽ അനുസരിച്ച് ക്രമീകരിക്കണമെന്നും NSE സർക്കുലറിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ്. ഗ്രാമിന് 125 രൂപയും പവന് 1000 രൂപയും വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,900 രൂപയും 1 പവന് 95,200 രൂപയുമായി. നവംബർ മാസത്തെ ഏറ്റവും കൂടിയ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 9,737 രൂപയായി. വെള്ളി 192 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. GDP മുന്നേറ്റം ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തുമെന്ന് വിദഗ്ധർ. നിഫ്റ്റി 25,000 ലെവലിലേക്കെന്ന് പ്രവചനം.
താരിഫ് വർധനവെ തുടർന്ന് US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഇടിഞ്ഞു. കയറ്റുമതി പ്രമോഷൻ മിഷൻ ആരംഭിക്കണമെന്ന് നിർദ്ദേശം. അദാനി ഗ്രൂപ്പ് ആണവോർജ്ജ മേഖലയിലേക്ക് പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിന്റെ ഭാഗമായിട്ടായിരിക്കും നീക്കമെന്ന് വിശദീകരണം. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി നിർണായകമായ സൈനിക കരാറിന് അംഗീകാരം നൽകാൻ റഷ്യ. ലക്ഷ്യം സൈനിക മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തൽ. ഫിൻനിഫ്റ്റിയുടെ ഓർഡർ പരിധിയിൽ മാറ്റം വരുത്തി NSE. നിലവിലെ ക്വാണ്ടിറ്റി ഫീസ് ലിമിറ്റ് 1800 നിന്നും 1200 കുറച്ചു. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.